പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആഴ്ച തൊട്ട് ഒരു പാട്ടാണ്, ഒരു ചെറിയ ശ്രമമാണ് ഞാൻ നടത്തുന്നത്. ഇത് പലപ്പോഴും ചില മരണ വീടുകളിലൊക്കെ വളരെ ഗാനമേള പോലെ പാടുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ക്രിസ്ത്യൻ വീടുകളിലൊക്കെ ഇത് വളരെ വികാരാധീനമായി പാടേണ്ട ഒരു പാട്ടാണ്. ഒരു മനുഷ്യൻ സുവിശേഷം പറഞ്ഞിട്ട് അവൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ തൻ്റെ മകൻ മരണപ്പെട്ട വാർത്തയറിഞ്ഞ് നിൽക്കുന്ന നിസ്സഹായനായൊരു പിതാവ് എഴുതിയ വരികളാണ്, ഒരു പാട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. സാധു കൊച്ചുകുഞ്ഞ് സ്വദേശിയാണ് ഇത് എഴുതിയതെന്നാണ് എനിക്കറിയാവുന്നത്. അതിൻ്റെ ഒരു 4 വരി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പാടാൻ പോകുന്നത്. ഞാൻ വളരെ എപ്പോഴും പലപ്പോഴും വീട്ടിൽ ഇത് പാടുമ്പം എൻ്റെ മമ്മി വഴക്ക് പറയാറുണ്ട്, ഇപ്പം പാടേണ്ട പാട്ടല്ല, സമയവും കാലവും അറിഞ്ഞു വേണം പാട്ട് പാടാൻ. എങ്കിൽ പോലും എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിനെ ഒത്തിരി പലപ്പോഴും പിടിച്ചു കുലുക്കിയ കുറേ കാര്യങ്ങൾ, അതാണ് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഞാൻ പാടിയത്. ഈ ആഴ്ചത്തെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പാടാൻ പോകുന്നത് ഈ ഒരു പാട്ടാണ്. തെറ്റുകളുണ്ടാവാം, ട്യൂണുകളൊന്നും ശരിയാവത്തില്ല, പക്ഷേ എങ്കിൽ പോലും എനിക്ക് എൻ്റെ മനസ്സിനെ പിടിച്ചു കുലുക്കിയ ഒരു പാട്ട്. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടു എന്നോടൊന്നും എൻ്റെ താതൻ ചെയ്യുകയില്ല. ദോഷമായിട്ടെന്നോടൊന്നും എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. എന്നെ അവനടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ.